ഈ വാർത്താപ്പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ രാജിവെച്ചു. ആത്മഹത്യകളും വിഭാഗീയതയും നേതൃത്വത്തെ പിടിച്ചുലച്ചതിന് പിന്നാലെയാണ് രാജിക്കത്ത് KPCCക്ക് കൈമാറി. രാജിക്കത്ത് ഇന്നലെ ലഭിച്ചെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. എന്തിനാണ് രാജിയെന്ന ചോദ്യത്തോട് KPCC വ്യക്തമാക്കട്ടെ എന്നാണ് ND അപ്പച്ചന്റെ മറുപടി. തനിക്ക് നേതൃത്വം മറുപടി നൽകിയിട്ടില്ല എന്നും ND അപ്പച്ചൻ പറഞ്ഞു. രാജി എന്നുള്ള തരത്തിലേക്ക് പോകാൻ എന്തൊരു കാരണം? രാജി സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. എന്നല്ലാതെ കണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ KPCC നേതൃത്വം തീരുമാനിക്കട്ടെ, ഞാൻ തുടരണേ വേണ്ടയോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട്. നാളെ KPCC പറയാണ് അയാൾ നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളാൻ പറഞ്ഞാൽ ഞാൻ ഒഴിവാകും, അത്രേ ഉള്ളൂ. അതൊരു രാഷ്ട്രീയമല്ല, അത് പുറത്ത് പറയാൻ പറ്റില്ല. സുർജിത്ത് അയ്യപ്പത്തും സലീം മാലിക്കും വിവരങ്ങൾ നൽകും. സലീമ, ഇത് ചോദിച്ചു വാങ്ങിയ രാജിയാണോ? വിജയകുമാർ, ഉറപ്പായും ചോദിച്ചു വാങ്ങിയ രാജി തന്നെയാണ്. അത് നേതൃത്വം അത് അംഗീകരിക്കാതിരിക്കുമ്പോഴും മറ്റു വഴികളില്ലാതെ എൻ എം വിജയൻ്റേതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ND അപ്പച്ചൻ ഏറ്റവും അവസാനം രാജി ചോദിച്ചു വാങ്ങുക എന്നൊരു നിലപാട് KPCC തന്നെ എത്തിയതാണ്. അതിന് പിന്നാലെയാണ് മറ്റ് വഴികളില്ലാതെ ND അപ്പച്ചൻ KPCCക്ക് ഇന്നലെ രാജിക്കത്ത് നൽകുന്നത്. അതിൽ മറ്റൊരാലോചനയും കൂടാതെ KPCC ആ രാജിക്കത്ത് അംഗീകരിക്കുക കൂടിയായിരുന്നു. ചോദിച്ചു വാങ്ങിയ രാജിയല്ല എന്ന് വിശദീകരിക്കുമ്പോഴും അത് നേതൃത്വത്തിൻ്റെ പല തലങ്ങളിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വയനാട്ടിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്നൊരു നിലപാടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ രാജി ചോദിച്ചു വാങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ഒന്നോ രണ്ടോ വിഷയമായിരുന്നില്ല ND അപ്പച്ചനെതിരെ ഉണ്ടായിരുന്നത്. ഈ DCCയുടെ അവിടുത്തെ സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ വയനാട്ടിൽ തുടരുന്ന ആത്മഹത്യ ഉൾപ്പെടെ അങ്ങനെ പല വിഷയങ്ങളിലാണ് രാജി ഏറ്റവും ഒടുവിൽ ചോദിച്ചു വാങ്ങേണ്ട നിലപാടിലേക്ക് KPCC എത്തുന്നത്. അത് വലിയ പ്രതിസന്ധി പാർട്ടിക്ക് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് തന്നെ സംഘടനാ തലത്തിൽ ഏറ്റവും അധികം ശക്തിയുള്ള ജില്ലയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട്. ആ ജില്ലയിൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന പശ്ചാത്തലം, മുള്ളൻകൊല്ലിയിൽ ഉൾപ്പെടെ ഉണ്ടായ വിഷയം, അത് കയ്യാങ്കളിയിലേക്ക് പോകുന്ന വിഷയമൊക്കെ ഏത് സാഹചര്യത്തിൽ ഉണ്ടായത് എന്ന് KPCC അന്വേഷണ സമിതി, അച്ചടക്ക സമിതി വ്യക്തമായി അന്വേഷണം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ND അപ്പച്ചനും IC ബാലകൃഷ്ണനും തമ്മിലുള്ള പ്രശ്നം സംഘടനയാകെ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊരു വിലയിരുത്തലുണ്ടായത്. മാത്രമല്ല CPIക്കും CPMനും ആ പ്രദേശത്ത് വയനാട് ജില്ലയിൽ ഒരു അടിത്തറ ഉണ്ടാക്കാൻ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലും നേതൃത്വം നടത്തി. കോൺഗ്രസിലെ അസംതൃപ്തർ മറ്റു പാർട്ടികളിലേക്കും മറ്റ് വഴികളിലേക്കും പോകുമോ എന്നൊരു വിലയിരുത്തലും ഉണ്ടായി. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് സംഘടനയ്ക്ക് ഏറ്റവും അധികം കരുത്തുള്ള ജില്ലയിൽ സംഘടനയെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ വെച്ചു പൊറപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ആ തീരുമാനത്തിന് പിന്നാലെയാണ് NM വിജയൻ്റെ ബാങ്കിലെ ബാധ്യത മുഴുവനായി KPCC തന്നെ അടച്ചു തീർക്കുകയും ചെയ്തത്. അത് പിന്നാലെ തുടരുന്ന ആത്മഹത്യകൾ, അവിടെ ഉണ്ടായിരുന്ന സംഘടനാ പ്രശ്നങ്ങൾ, ഏറ്റവും ഒടുവിൽ സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലെത്തിയിട്ടും വിട്ടുനിന്ന നടപടി, അതിൽ ഉണ്ടായ വിചിത്രമായ വിശദീകരണം എല്ലാം നേതൃത്വം വ്യക്തമായി പരിശോധിക്കുകയായിരുന്നു. അതിന് പിന്നാലെ പ്രിയങ്കാ ഗാന്ധി സന്ദർശിച്ചപ്പോഴുള്ള വിചിത്ര വിശദീകരണമാണ് KPCC നേതൃത്വത്തെ കൂടുതലായി ചൊടിപ്പിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ രാജി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഇതോടുകൂടി സംഘടനാ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് കരുതുന്നില്ല. TJ ഐസക്കിന് പകരം ചുമതല നൽകിയിട്ടുണ്ട്. വയനാടിനായി പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വയനാട്ടിലെ DCCയെ പുനഃസംഘടിപ്പിക്കാൻ, അവിടുത്തെ മറ്റു ഭാരവാഹികളെ ഉൾപ്പെടെ പുനഃസംഘടിപ്പിക്കാനുള്ള ആലോചനയും KPCC നേതൃത്വത്തിന് നിലവിലുണ്ട്. വിജയകുമാർ. യെസ്, സലീം അലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ND അപ്പച്ചന്റെ രാജി നേരത്തെ ആ വാർത്ത സ്ഥിരീകരിച്ചിരുന്നു KPCC അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ND അപ്പച്ചനേട്ടൻ അദ്ദേഹത്തിൻ്റെ DC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള രാജിക്കത്ത് തന്നിട്ടുണ്ട്. ആ രാജിക്കത്ത് സ്വീകരിച്ച് ബാക്കി നടപടികൾക്കായിട്ട് AICCക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം നിലയിൽ രാജി സമർപ്പിച്ചതാണ്. അദ്ദേഹം സ്വന്തം നിലയിൽ രാജി സമർപ്പിച്ചു എന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അല്പസമയം മുമ്പാണ് ND അപ്പച്ചനുമായി സംസാരിച്ചത്. ഒട്ടും സന്തോഷത്തോടെയല്ല, അങ്ങേയറ്റം പറയാനേറെയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അത് ഒരു ഘട്ടത്തിൽ പറയാം എന്ന സൂചന ആ പ്രതികരണത്തിലുണ്ട്. ഒട്ടും സന്തോഷത്തോടെയല്ല ND അപ്പച്ചൻ ഏതാണ്ട് ഒരു പതിറ്റാണ്ട് നീണ്ട അദ്ദേഹത്തിൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന പദവി ഒഴിയുന്നത്. ഒരു ഇറങ്ങി പോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയും KPCC രാജി ചോദിച്ചു വാങ്ങുകയും ആ കത്ത് വാങ്ങി വെക്കുകയും ചെയ്തു എന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം സുർജിത്ത് കാണുമ്പോഴും ഞാൻ എപ്പോഴാണോ പദവി ഒഴിയേണ്ടത് അപ്പോഴൊഴിയും, അതല്ലാതെ മാറ്റാൻ കഴിയില്ല, മാറാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നാണ്
ND അപ്പച്ചൻ പറഞ്ഞത്. അതിന് 2 ദിവസത്തിന് ശേഷം അദ്ദേഹം പദവി ഒഴിയുന്നു. ഒട്ടും സുഖകരമല്ലാത്ത പടിയിറക്കം അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു പടിയിറക്കമല്ല ഇത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2 ദിവസം മുമ്പാണ് ഞാൻ ദീർഘമായി ND അപ്പച്ചനുമായി സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഒരു പൂർണ്ണ അഭിമുഖം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ രീതിയിൽ തന്നെ എടുത്തതാണ്. അതിൽ അദ്ദേഹം നിർണായകമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ദീർഘകാലം, ഒരുപക്ഷെ DCCയുടെ ചരിത്രത്തിൽ ഇത്രയും ദീർഘകാലം തുടർച്ചയായി DCC പ്രസിഡന്റ് ആയിരുന്ന മറ്റൊരാൾ ഉണ്ടാകില്ല എന്ന് വേണം കരുതാൻ. എന്തായാലും 12 വർഷം തുടർച്ചയായി ഇലക്ടഡ് DCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അദ്ദേഹം. അതിനുശേഷം MLA ആയി വാർഡ് തലത്തിൽ നിന്ന് പ്രവർത്തനം തുടങ്ങിയ ആളാണ്. കക്കവയൽ സ്വദേശിയാണ്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ 4 വർഷമായി, അതായത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ഘട്ടത്തിൽ അത്തരം തെരഞ്ഞെടുപ്പ് ചുമതലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വലിയ നേതൃപരമായ പങ്ക് വഹിച്ച ആളാണ് ND അപ്പച്ചൻ. പക്ഷേ നിലവിലുണ്ടായ കുറേ സംഘടനാ പ്രശ്നങ്ങൾ അത് വലിയ രീതിയിൽ അദ്ദേഹത്തെ മാനസികമായി അലട്ടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് വയനാട്ടിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, ഗ്രൂപ്പ് സമവാക്യങ്ങൾ, അതായത് എതിരാളികളില്ലാത്ത വിധത്തിൽ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ അത്രയ്ക്കും വലിയ ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ പോലും ഇങ്ങനെ ഗ്രൂപ്പ് രീതിയിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതൊക്കെ ആകാം ഇത്തരത്തിലൊരു രാജിയിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ അടുത്തിടെയായി ഉണ്ടായ സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി ഇവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം തന്നെ ജോസ് നെല്ലേടം, അദ്ദേഹം മുള്ളംകൊല്ലിയിലെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ, അതിന് തൊട്ട് മുമ്പ് തങ്കച്ചൻ എന്ന വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നേരത്തെ ഈ വികസന സമിതി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഘട്ടത്തിൽ ND അപ്പച്ചന് നേരെ കയ്യേറ്റ ശ്രമം, ഇതെല്ലാം തന്നെ വലിയ പ്രശ്നമായി ബാധിച്ചു. അതിന് മാത്രമല്ല NM വിജയന്റെ മരുമകളുടെ ആത്മഹത്യാ ശ്രമം, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, ഇതെല്ലാം തന്നെ പാർട്ടിയെ വലിയ രീതിയിൽ ഉലക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വയനാട്ടിലെ പാർട്ടിയെ ബാധിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് ND അപ്പച്ചൻ എത്താനുള്ള കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കണ്ട ഘട്ടത്തിൽ പോലും താൻ ആഗ്രഹിക്കുമ്പോൾ താൻ ഒഴിയും, സ്ഥാനം ഒഴിയും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, തനിക്ക് നിരവധി അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങളെല്ലാം തന്നെ പാർട്ടി ഫോറത്തിലാണ് ഉന്നയിക്കുക. പാർട്ടി ഫോറത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തനിക്ക് പറയാനുള്ളത് പറയും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല വലിയ മാനസിക പ്രയാസം, ഈ സംഘടനാ പ്രശ്നങ്ങളിൽ തന്നെ ബോധപൂർവം ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിൽ വലിയ രീതിയിലുള്ള പ്രയാസം മാനസികമായി തനിക്കുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. എന്തായാലും ഇങ്ങനൊരു വിടവാങ്ങൽ ഉണ്ടായി എന്നുള്ളത് അത് വലിയ രീതിയിലുള്ള ഒരു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദീർഘകാലം പാർട്ടിക്ക് വേണ്ടി ഇടപെട്ട ഒരു DCC പ്രസിഡന്റ് എന്ന നിലയിൽ പോലും ആ ഒരു പരിഗണന കിട്ടിയില്ല എന്ന് വേണം പറയാൻ. മാത്രമല്ല ഇനി വരാൻ പോകുന്ന ചുമതല നൽകിയ സലീം മാലിക് റിപ്പോർട്ട് ചെയ്ത പ്രകാരം TJ ഐസക് അദ്ദേഹം നഗരസഭാ ചെയർമാനായിട്ടുള്ള ആളാണ്, നിലവിൽ നഗരസഭാ ചെയർമാനാണ്, അദ്ദേഹത്തിനാണ് ചുമതല എന്നുള്ള വിവരമാണ് നമുക്ക് ഒടുവിൽ ലഭ്യമാകുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ അറിയിപ്പ് ഇവിടെ ഈ DCC തലത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ രാജി വെച്ച കാര്യം എന്തായാലും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരു പൊന്നാവരം കോട്ടയാണ് വയനാട്. അവിടെ ആത്മഹത്യാ ശ്രമങ്ങൾ, സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച ആരോപണങ്ങൾ, കയ്യേറ്റം എന്ന് വേണ്ട ദൈനംദിനം അവിടെ കോൺഗ്രസിനെ കേന്ദ്രീകരിച്ച് വലിയ വിവാദങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് DCC അധ്യക്ഷന്റെ അപ്രതീക്ഷിതമായ രാജി ചോദിച്ചു വാങ്ങിയതാണ് എന്നതാണ് കിട്ടുന്ന സൂചനകളെല്ലാം. സലീം മാലിക്കും സുർജിത് അയ്യപ്പത്തുമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ഇടതോരം ചാഞ്ഞ NSSന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ അമ്പരന്ന കോൺഗ്രസ് നേതൃത്വം അനുനയ നീക്കത്തിന്. NSSനെ തലോടിയും സർക്കാരിനെ വിമർശിച്ചും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. സമവായ ശ്രമങ്ങൾ കോൺഗ്രസ് അനൌദ്യോഗികമായി തുടങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച പ്രതിനിധി സഭയിൽ NSSന്റെ രാഷ്ട്രീയ നിലപാട് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വിശദീകരിക്കും. സമദൂരം തുടരുമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വിശദീകരിക്കുമ്പോഴും LDFിനോട് ശരിദൂരമോ എന്ന അങ്കലാപ്പിലാണ് UDF നേതൃത്വം. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭം ഓർമ്മിപ്പിച്ചും സർക്കാരിന്റെ അന്നത്തെ നിലപാട് പറഞ്ഞും NSSനെ അനുനയിപ്പിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. നേതാക്കളാകട്ടെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. എല്ലാ സമുദായ സംഘടനകളോടും നല്ല ബന്ധത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ അവരൊക്കെ ആരുമായിട്ട് ഒരു വിരോധത്തിലോ ശത്രുതയിലുള്ള ഞങ്ങൾ NSSുമായിട്ടോ SNDP ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDF നേതൃത്വത്തിനോ ഒരു തർക്കമില്ല. NSS നിലപാട് BJPക്കും തിരിച്ചടിയായി. BJPയുടെ പ്രതികരണവും കരുതലോടെയാണ്. അല്ല, ഞങ്ങൾ NSSനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. NSSന് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവുമല്ലോ. കാരണം നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത NSS നേതാക്കന്മാർക്കെതിരായിട്ട് കേസുണ്ട്. ആ കേസ് പിൻവലിച്ചിട്ടില്ല.
തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ NSS നിലപാട് UDF-നും BJP-ക്കും തലവേദനയാവുകയാണ്. ശനിയാഴ്ച ചേരുന്ന NSS പ്രതിനിധി സഭയിൽ G. സുകുമാരൻ നായർ രാഷ്ട്രീയ നിലപാടിൽ കൂടുതൽ വ്യക്തത വരുത്തിയേക്കും. ചികിത്സയിൽ കഴിഞ്ഞ G. സുകുമാരൻ നായരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചങ്ങനാശ്ശേരിയിലെത്തിക്കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് NSS അനുനയ നീക്കത്തിന് തുടക്കമിട്ടത്. പിന്നീട് മന്ത്രി VN വാസവൻ ചർച്ചകൾ നടത്തിയെന്നാണ് സൂചന. NSS-ഉം SNDP യോഗവുമായുള്ള ഭിന്നതയുടെ മഞ്ഞുരുകിയെന്നും അറിയുന്നു. ന്യൂസ് ഡെസ്ക് 24. അതിനിടെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ കരയോഗത്തിന് മുന്നിൽ ബാനർ. പത്തനംതിട്ട വെട്ടിപ്പുറം കരയോഗത്തിന് മുന്നിലാണ് സുകുമാരൻ നായർ കട്ടപ്പയായി മാറി എന്ന ബാനർ ഉയർന്നത്. അഭിപ്രായ വ്യത്യാസമുള്ളവർ സമുദായത്തിൽ ഉണ്ടാകുമെന്നും എന്നാൽ ബാനർ പ്രത്യക്ഷപ്പെട്ടതിൽ കരയോഗത്തിനോ ഭാരവാഹികൾക്കോ പങ്കില്ലെന്നും കരയോഗം പ്രസിഡന്റ് ദിനേശ് നായർ 24-നോട് പറഞ്ഞു. കരയോഗത്തിനോ ഭരണസമിതിക്കോ ഒന്നും അതിന് യാതൊരു പങ്കുമില്ല. വ്യക്തിപരമായി ആരെങ്കിലും ചെയ്തതായിരിക്കണം. ആരാന്നതിൻ്റെ പേരുമൊന്നുമില്ല. ആര് ചെയ്തു എന്നുള്ള പേരുമൊന്നും വന്നിട്ടില്ല. ഇങ്ങനൊരു ഫ്ലക്സ് ഉള്ളതായിട്ട് കണ്ടു. അപ്പോൾ അത് നീക്കാനുള്ള നടപടി ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മുടെ നടപടികൾ കരയോഗമായിട്ട് ചെയ്യണമെങ്കിൽ അത് പൊതുയോഗം കൂടണം, കമ്മിറ്റി കൂടണം, ഭരണസമിതി കൂടിയതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു നടപടിയിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ വ്യക്തിപരമായി ആരെങ്കിലും ചെയ്തതായിരിക്കണം. അതിനകത്ത് പേരൊന്നും വന്നിട്ടില്ല. മനീഷ് മഹിപാൽ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മനീഷ്, ബാനർ മാറ്റിയോ അവിടെ നിന്ന്? കരയോഗം പറയുന്നത് അവർ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല, വ്യത്യസ്ത അഭിപ്രായമുള്ളവർക്കാണ്. പക്ഷേ ഈ ബാനറൊന്നും അവിടെ വെച്ചത് അല്ലെങ്കിൽ കെട്ടിയത് കരയോഗത്തിന് ബന്ധമില്ല എന്ന് പറയുന്നു. അപ്പോഴാരാണ് എന്നറിയില്ല. അത് അവിടെ നിന്ന് നീക്കാൻ ഇടപെടുമെന്ന് പറഞ്ഞു. നീക്കിയിട്ടുണ്ടോ? വിജയകുമാർ, നിലവിൽ നീക്കിയിട്ടില്ല. വെട്ടിപ്പുറം ശ്രീകൃഷ്ണവിലാസം 115-ാം കരയോഗം ഓഫീസിന് മുൻപിലാണ് ബാഹുബലിയിലെ കട്ടപ്പയുടെയും ബാഹുബലി പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയുടെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബാനറാണ് ഇന്ന് രാവിലെ മുതൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ NSS-ന് വലിയ സ്വാധീനമുള്ളൊരു മേഖലയിൽ അത് അവിടുത്തെ ഭാരവാഹികൾക്കോ കരയോഗത്തിലെ ബന്ധപ്പെട്ടവരോ അറിയാതെ അങ്ങനെ ഒരു ബാനർ ഉയരില്ല എന്ന് കൂടി ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ബാനർ ഉത്തരവാദിത്തമില്ല. പക്ഷേ ജനറൽ സെക്രട്ടറി പറയുന്ന നിലപാടിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. പഴയ കാലത്തെ പോലെ എല്ലാവർക്കും മിണ്ടാതിരിക്കാൻ പറ്റുന്ന കാലമല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും എതിരെ അഭിപ്രായമുണ്ടെങ്കിൽ സമൂഹ മാധ്യമങ്ങളടക്കം ആ വിവരങ്ങൾ, അത്തരം പ്രതിഷേധങ്ങൾ, വിയോജിപ്പുകൾ പങ്കുവെക്കാം. പക്ഷേ ഇത്തരത്തിൽ ഓഫീസിന് മുൻപിൽ വെച്ച കാര്യത്തെ സംബന്ധിച്ച് ഭാരവാഹി എന്ന രീതിയിൽ വിയോജിപ്പുണ്ട്. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് താൻ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. അതായത് G. സുകുമാരൻ നായരുടെ ഈ ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ സർക്കാർ അനുകൂല മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറ്റവും ഒടുവിലായി ഇന്നലെ വന്ന പ്രശംസയൊക്കെ തന്നെ ഈ സമുദായത്തിനുള്ളിൽ വലിയ മുറുമുറുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പരസ്യമായ പ്രതിഷേധത്തിലേക്ക് കൂടി നീങ്ങിയ സാഹചര്യത്തിൽ അടുത്ത പൊതുയോഗത്തിൽ ജനറൽ സെക്രട്ടറിയുടെ നിലപാട് കൂടി ചർച്ച ചെയ്യുമെന്നുള്ള കാര്യം പരസ്യമായി കൂടി ഭാരവാഹികൾ അറിയിക്കുകയാണ്. ഇങ്ങനെ വലിയ സ്വാധീനമുള്ള മേഖലകളിൽ NSS-ന്റെ ഒരു മേഖലയിൽ ഇങ്ങനെ ഒരു പരസ്യമായ ബാനർ ഉയർന്നതിൽ ആരാണ് വെച്ചതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നിയമ നടപടികളിലേക്ക് കൂടി നീങ്ങുകയില്ല. അത്തരം കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനം വേണമെങ്കിൽ അത് പൊതുയോഗത്തിലാകട്ടെ എന്ന കാര്യമാണ് NSS-ന്റെ കരയോഗം വെട്ടിപ്പുറം കരയോഗത്തിലെ ഭാരവാഹികൾ അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ആഗോള അയ്യപ്പ സംഗമം തന്നെ സർക്കാർ ധൈര്യപൂർവ്വം നടത്താൻ വന്നതിന് പിന്നിൽ അത് NSS-ന്റെ പിന്തുണ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ്. ഇത്തരത്തിൽ നാമജപ ഘോഷയാത്രക്കടക്കം സർക്കാരിനെതിരായ സമരത്തിന്റെ മുന്നിൽ നിന്ന് NSS ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം, സെക്രട്ടറിയുടെ ചാഞ്ചാട്ടത്തിന് പിന്നിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഉണ്ട്. അതായത് ഈ പ്രതിഷേധ ബാനറിന്റെ ആദ്യത്തെ വരി തന്നെ കുടുംബപരമായ കാരണങ്ങൾ കൊണ്ട് ഭക്തരെ പിന്നിൽ നിന്ന് കുത്തിയ ജനറൽ സെക്രട്ടറിയാണ്. അത് സമുദായത്തിന് അപമാനം. അതുകൊണ്ട് എന്താണ് ഈ കുടുംബപരമായ കാര്യം? വരികൾക്കിടയിൽ വായിക്കാനുള്ള വിഷയം എന്താണെങ്കിലും സമുദായത്തിനുള്ളിൽ ചർച്ചയാണ്. വ്യക്തിപരമായ എന്തോ ഒരു കാര്യം G. സുകുമാരൻ നായർ മേഖലയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. അതിന്റെ സൂചനയാണ് ഇത്തരം ബാനറുകളും പോസ്റ്ററുകളും എന്നൊക്കെയാണ് വരുന്ന വിവരങ്ങൾ. പത്തനംതിട്ടയിലെ വെട്ടിപ്പുറത്ത് കരയോഗം ഓഫീസിന് മുന്നിലാണ് ആ ബാനർ പ്രത്യക്ഷപ്പെട്ടത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചതിൽ വിഷമം ഉണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പ്രസംഗത്തിനിടെ അറിയാതെ സംഭവിച്ചു പോയതാണ്. ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപകടകരമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ 18 മലകൾ, എത്രയോ മലകൾ കയറിയ ആളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ വിശ്വാസം എൻ്റെ ബോധ്യമാണ്. പിന്നെ അന്ന് അറിയാതെ എങ്ങാനും, അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതല്ല, അറിയാതെ എങ്ങാനും ഒരു കൈ മുങ്ങി അതൊരു സ്ക്രീൻഷോട്ടായി പ്രചരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ പോലും എനിക്ക് വിഷമമുണ്ട്. കാരണം അത് കാണുമ്പോൾ പോലും എനിക്ക് വിഷമമുണ്ട്.
അത് കാണുമ്പോൾ പോലും എനിക്ക് പ്രശ്നം. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെങ്കിൽ കൂടി ഇവിടുത്തെ സന്യാസി വര്യന്മാർ ഒക്കെ തന്നെ സ്വാമിയെ ശരണോയ്യപ്പ എന്ന് മുദ്രാവാക്യം വിളിയിലൂടെ ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് നോക്കിയാൽ അറിയാം. തൃശൂർ പാലിയക്കരയിലെ ടോൾ വിലക്ക് തുടരും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്ന് തൃശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം. നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ടോൾ പിരിക്കാൻ അനുവദിക്കണമെന്ന് ദേശീയപാത അതോറിറ്റി ആവർത്തിച്ചാവശ്യപ്പെട്ടെങ്കിലും ഹൈക്കോടതി അനുവദിച്ചില്ല. മുരിങ്ങൂരിലെ സർവീസ് റോഡിലുണ്ടായ മണ്ണിടിച്ചിലാണ് ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടിയായത്. മുരിങ്ങൂരിൽ സംഭവിച്ചത് ഏതു ഭാഗത്തും സംഭവിക്കാമെന്നാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഗതാഗതക്കുരുക്കുണ്ടാകുന്നതായും ജില്ലാ കളക്ടർ കോടതിയിൽ വ്യക്തമാക്കി. ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് ടോൾ വിലക്ക് നീക്കാനുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിക്കാതിരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറാനും ദേശീയപാത അതോറിറ്റിയോട് നിർദ്ദേശിച്ചു. ഓഗസ്റ്റ് 6-നാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് മരവിപ്പിച്ച് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത്. ഹർജി ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. ഓപ്പറേഷൻ നങ്കോറിൽ നിർണായക കണ്ടെത്തലുമായി കസ്റ്റംസ്. എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് പിടികൂടിയ ഫസ്റ്റ് ഓണർ വാഹനം മലയാളിയുടേത് എന്ന് കസ്റ്റംസ് കണ്ടെത്തി. അസം സ്വദേശിയുടെ പേരിൽ വ്യാജ മേൽവിലാസത്തിൽ വാഹനം കേരളത്തിലെത്തിച്ച മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിക്കായി അന്വേഷണം ഊർജിതമാണ്. കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ വെച്ച് കസ്റ്റംസ് പിടികൂടിയ അസം സ്വദേശിയുടെ പേരിൽ അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ലാൻഡ് ക്രൂസർ ഫസ്റ്റ് ഓണർ വാഹനം അടിമുടി ദുരൂഹതയെന്ന് വ്യക്തമാക്കുകയാണ് കസ്റ്റംസ്. മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയാണ് വ്യാജ മേൽവിലാസത്തിൽ വാഹനം കേരളത്തിലെത്തിച്ചതെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി. കസ്റ്റംസ് പരിശോധന നടത്തുന്നുവെന്ന് സൂചന ലഭിച്ചതിനു പിന്നാലെ നിറം മാറ്റാനായി 2 ആഴ്ച മുൻപാണ് വാഹനം വർക്ക്ഷോപ്പിലെത്തിച്ചത്. കുണ്ടന്നൂരിലെ ഓട്ടോ ഷോപ്പ് ഉടമ 24-നോട് ഇക്കാര്യം സ്ഥിരീകരിച്ചു. 2 ആഴ്ചക്ക് മുമ്പ് വന്ന വണ്ടിയാണ്. നമ്മൾ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെയായിരുന്നു. ഫുൾ ബോഡി കളർ ചേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. വണ്ടി കളർ വൈറ്റ് ആയിരുന്നു. അത് ബ്ലാക്കിലേക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. മാഹിന്റെ പേര് ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു. പുള്ളിയുടെ ആണെന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചിരുന്നത്. കോയമ്പത്തൂർ സംഘവുമായുള്ള മാഹിൻ അൻസാരിയുടെ ബന്ധം അന്വേഷിക്കുകയാണ് കസ്റ്റംസ്. നടൻ അമിത് ചക്കാലക്കലിനും ഇടനിലക്കാരായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് ഉള്ളത്. അമിത്തിന്റെ ഗ്യാരേജിൽ നിന്ന് പിടികൂടിയ മറ്റു വാഹനങ്ങളുടെ രേഖകളിൽ കസ്റ്റംസിന് സംശയമുണ്ട്. പിടിച്ചെടുത്തതിൽ ഒരു വാഹനം മാത്രമാണ് തന്റേതെന്ന് അമിത് 24-നോട്. ഈ 6 വാഹനങ്ങൾ നമ്മുടെ ഗറാജിൽ വന്നിട്ടുണ്ടായിരുന്നു. പല വ്യക്തികളുടെ വാഹനങ്ങൾ പണിയാൻ വേണ്ടി വന്ന വാഹനങ്ങളാണ്. അപ്പോൾ അവിടെ ഞാൻ ഇവിടെ ആയിപ്പോയി. അവിടെ ഗറാജ് ചെക്ക് ചെയ്തപ്പോൾ കെയർ ഓഫ് അമിത് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പോൾ അവർ ടോട്ടലി നോക്കുമ്പോൾ ഈ 6 അവിടെയുള്ള 6 ഇവിടത്തെ കൂടി ചേർത്ത് 8 വാഹനം എൻ്റെയാണ്. പക്ഷേ 8 വാഹനം എൻ്റെ അല്ല. എൻ്റെ ഒരു വാഹനമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. കസ്റ്റംസ് പരിശോധനയ്ക്ക് പിന്നാലെ ഭൂട്ടാൻ വാഹനം കേരളത്തിൽ നിന്ന് കടത്താൻ ഉടമകൾ ശ്രമിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ ചെക്ക് പോസ്റ്റുകൾക്കും കസ്റ്റംസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ കസ്റ്റംസ് തമിഴ്നാട് സംഘത്തെ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് വൻ ശൃംഖല കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചത്. പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. 24 കൊച്ചി. MSC എൽസ 3 കപ്പൽ അപകടത്തിൽ നിർണായക ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി. സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി കപ്പൽ കമ്പനി 1200 കോടി രൂപ കെട്ടിവെക്കണം എന്നാണ് ഉത്തരവ്. MSC അക്വിറ്റേറ്റ കപ്പലിന്റെ അറസ്റ്റ് പിൻവലിക്കുന്നതിൽ തുക കെട്ടിവെച്ച ശേഷം തീരുമാനമെടുക്കാം എന്ന് കോടതി അറിയിച്ചു. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് 9531 കോടി കെട്ടിവെക്കണമെന്നായിരുന്നു നേരത്തെ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ്. ഇത്രയും വലിയ തുക കെട്ടിവെക്കാനാകില്ലെന്ന് MSC കമ്പനി കോടതിയെ അറിയിച്ചു. എത്ര തുക കെട്ടിവെക്കാനാകുമെന്ന് കോടതി ചോദിച്ചിരുന്നു. എന്നാൽ തുകയൊന്നും കെട്ടിവെക്കാനാവില്ലെന്ന നിലപാടാണ് കമ്പനി സ്വീകരിച്ചത്. വിശദമായ വാദത്തിനൊടുവിലാണ് 1227.62 കോടി കെട്ടിവെക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. തുക കെട്ടിവെച്ച ശേഷം മാത്രമേ നേരത്തെ അറസ്റ്റ് ചെയ്ത MSC അക്വിറ്റേറ്റ കപ്പൽ വിട്ടുനൽകുന്നതിൽ തീരുമാനമെടുക്കുമെന്നും കോടതി വ്യക്തമാക്കി. കപ്പലപകടം സമുദ്രമേഖലയെ പ്രതികൂലമായി ബാധിച്ചെന്ന് പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചാണ് സർക്കാർ വാദമുഖങ്ങൾ ഉന്നയിച്ചത്. ഹർജി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തിയത് കോൺഗ്രസ് നേതാക്കളുടെ മൗനാനുവാദത്തോടെ. മുതിർന്ന നേതാക്കളുമായി രാഹുൽ ആശയവിനിമയം നടത്തിയിരുന്നു. അതിനിടെ ഷാഫി പറമ്പിൽ MPക്കെതിരെ ഗുരുതര ആരോപണവുമായി CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്തെത്തി. മണ്ഡലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടായേക്കുമെന്ന ആശങ്ക സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുണ്ടായിരുന്നു. എന്നാൽ പാർട്ടി എന്ന നിലയിൽ വലിയ പ്രതിരോധമൊരുക്കാൻ കഴിയില്ലെന്ന് രാഹുലിന്റെ നേതാക്കൾ അറിയിച്ചു. പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുലുമായി ആശയവിനിമയം നടത്തി. ഇതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെത്തിയത്.
രാഹുലിനെ പരസ്യമായി പിന്തുണയ്ക്കേണ്ടെന്നാണ് ധാരണ. പാർട്ടി അദ്ദേഹത്തിനെ വെളിയിലാക്കിയിട്ടുണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കണക്കാക്കി അത് ആ നയം KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ നയം, അല്ലാണ്ട് അപ്പുറമൊന്നുമില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവെന്നാണ് വിവരം. രാഹുലുമായി കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ച വിഷയത്തിൽ VD സതീശന്റെ മറുപടി ഇങ്ങനെ: അദ്ദേഹത്തെ മുമ്പിൽ കണ്ട ഞാൻ കാണാതെ തിരിച്ചു പോകും. കോൺഗ്രസ് നേതാക്കന്മാരെ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയണത്? ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ വെച്ച് കാണാതെ പോവോ? വണ്ടി കയറി പോവോ? കാണാതെ പോവോ? എന്താ നിങ്ങളിങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇത് നിസ്സാരമായ ചോദ്യങ്ങളാണ്, ഇറലവൻ്റായ ചോദ്യങ്ങളാണ്. കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ? ഷാഫി പറമ്പലിനെതിരെ ഗുരുതര ആരോപണവുമായി CPM ജില്ലാ നേതൃത്വം രംഗത്തെത്തി. ഷാഫി പറമ്പലിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം. രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ? തയ്യാറാവില്ല. കാരണം എന്താ? കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ. പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നു ചില ആളുകളെ കാണുന്നു. ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല. രാഹുലിനെതിരെ BJPയും നിലപാട് കടുപ്പിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ BJPയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും, പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാവും എന്നുള്ള തന്നെയാണ് BJPയുടെ സ്റ്റാൻഡ്. പാലക്കാട് തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല. 24 പാലക്കാട്. അതേസമയം CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന് മറുപടിയുമായി ഷാഫി പറമ്പിൽ MP. തനിക്കെതിരെ ഉള്ളത് ആരോപണമല്ല, അധിക്ഷേപമെന്ന് ഷാഫി പറഞ്ഞു. ഇതാണോ CPMന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. പിന്നെ അതിന് ആരോപണം എന്ന് പറയുന്നതിന് പകരം അതൊരു അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ആ അർത്ഥത്തിൽ അയാൾ പറഞ്ഞ വാക്കുകൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയേണ്ടതെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇതാണോ CPMന്റെ 2026 തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം. ഇതാണോ CPMന്റെ രാഷ്ട്രീയം? ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ? ഇതാണോ CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രം? വിപിൻ C വിജയൻ വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. വിപിൻ, ഇതിൽ ഷാഫി പറമ്പിൽ നിയമ നടപടിക്കൊക്കെ ഒരുങ്ങുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും പരാമർശം ഉണ്ടായോ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ? വിജയകുമാർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, അതേക്കുറിച്ച് ആലോചിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പാലക്കാട്ടെ രാഷ്ട്രീയം അത് ഷാഫി വേഴ്സസ് CPIM എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ ഇത് ഇന്ന് മാറുകയാണ്. കാരണം EN സുരേഷ് ബാബു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഷാഫി പറമ്പിൽ MPക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് തുടങ്ങിയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്നാൽ അതിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വിടുന്നില്ല. അപ്പോൾ കൂടുതലായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകും എന്നുള്ള ചോദ്യത്തിന് ഇത് ആരോപണമല്ല, ഇത് അധിക്ഷേപമാണ് എന്നുള്ളതായിരുന്നു ഷാഫി പറമ്പിലിന്റെ ഒരു മറുപടി ഉള്ളത്. ഒപ്പം തന്നെ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണോ, വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂകൾ നാട്ടിൽ നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ ഇത്തരം അധിക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ടുമാണോ ജനങ്ങളെ സമീപിക്കാൻ ഒരുങ്ങുന്നത് തിരഞ്ഞെടുപ്പിൽ എന്നുള്ള ഒരു മറുചോദ്യം കൂടിയാണ് ഷാഫിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ വരും സമയങ്ങളിലും വരും ദിവസങ്ങളിലുമൊക്കെ ഇതൊരു രാഷ്ട്രീയ ചർച്ചയായി തന്നെ ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ തെല്ലും സംശയമില്ല. ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മണ്ഡലത്തിൽ സജീവമായ ചോദ്യത്തിൽ നിന്ന് ഷാഫി വിദഗ്ധമായി മാറുകയും ചെയ്യുന്നുണ്ട്. ആ ചോദ്യത്തിനെല്ലാം തന്നെ KPCC അധ്യക്ഷൻ ഇതിനോടകം മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആശീർവദിക്കുന്നു, ആശ്ലേഷിക്കുകയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചെയ്യുന്നു. പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാളെ ഇത്തരത്തിൽ ഒപ്പം ചേർത്ത് നിർത്തുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിൽ അത് KPCC അധ്യക്ഷൻ പറഞ്ഞു എന്നതിനപ്പുറം ഒരു കൃത്യമായിട്ടുള്ള മറുപടി അങ്ങനെ സ്വീകരിക്കുന്നതും അല്ലെങ്കിൽ കണ്ട് വെറുതെ സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ എന്നുള്ള ചോദ്യത്തിനും ഷാഫി ഇതുമായി ബന്ധപ്പെട്ട മറുപടി പറയുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ CPMന്റെ ഇത്തരത്തിൽ ഗുരുതര ആരോപണം നേരിട്ട് ഷാഫിയെ പറ്റി പറയുന്നത്, ഷാഫി അതിന് മറുപടിയും പറയുന്നത്. വിജയകുമാർ, യെസ്, ഇത് ആരോപണമല്ല, അധിക്ഷേപമാണ് എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നും വിശദീകരിക്കുന്നുണ്ട്. വിപിൻ C വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളി BJP സംസ്ഥാന നേതൃത്വം. സുരേഷ് ഗോപിയുടെ പരസ്യ പ്രതികരണത്തിനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി. അതിനിടെ എയിംസ് കാസർഗോഡ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി രംഗത്തെത്തി. 2016 മുതൽ ഞാൻ രാജ്യസഭയിൽ ഉള്ളപ്പോൾ മുതൽ ഒരു കാരണവശാലും ഒരിടത്തും കൊടുക്കരുത്, ആലപ്പുഴയ്ക്ക് തന്നെ എയിംസ് കൊടുക്കണമെന്ന്. ഇവിടെയെങ്കിലും നിങ്ങൾ അത് ഉടനെ ഫോറൻസിക് ലാബ് ആക്കല്ലേ. എയിംസ് ആലപ്പുഴ വേണമെന്ന് ആവർത്തിക്കുന്ന സുരേഷ് ഗോപിക്കെതിരെ സംസ്ഥാന നേതൃത്വം പരാതിയുമായി രംഗത്ത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയത്.
അടുത്ത ആഴ്ച സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയെ കണ്ട് വിഷയം നേരിട്ടറിയിക്കും. വ്യക്തിപരമായ അഭിപ്രായമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളി നേതാക്കൾ. തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരുമാണ്. കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എയിംസ് എവിടെ വേണം എന്നുള്ളത് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. എയിംസ് കേരളത്തിന് വേണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ അത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് എവിടെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എയിംസ് കാസർഗോഡ് വരണമെന്നാണ് BJP ജില്ലാ കമ്മിറ്റിയുടെ നിലപാട്. എന്റെ നിലപാടും പിന്നെ BJPയുടെ കാസർഗോഡ് ഡിസ്ട്രിക്ട് കമ്മിറ്റി നിലപാട് കാസർഗോഡിൽ തന്നെ എയിംസ് വരണം എന്നും പറഞ്ഞിട്ടായിട്ടാണ്. കാസർഗോഡിൽ തന്നെ എയിംസ് വരണം. 27-ന് കൊല്ലത്തെത്തുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ JP നദ്ദ എയിംസിന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ അന്തിമ നിലപാട് വ്യക്തമാക്കിയേക്കും. എയിംസിന്റെ പേരിൽ സുരേഷ് ഗോപി പതിവ് വിഡ്ഢിവേഷം കെട്ടുന്നുവെന്നാണ് CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് സർക്കാർ. കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാകും അന്വേഷണം നടത്തുക. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് റിനു, പുതിയ സംഘത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ആരൊക്കെയുണ്ട്? അത് ഒരു തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ അടുത്ത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കാവുന്ന ഒരു ആത്മഹത്യ കൂടിയാണ്. അതിപ്പോൾ തന്നെ ആ നിലയിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയെ തുടർന്ന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തർക്കങ്ങളും വിവാദങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലോക്കൽ പോലീസിൽ നിന്ന്, അതായത് പൂജപ്പുര പോലീസിൽ നിന്ന് കന്റോൺമെന്റ് ACPക്ക് അന്വേഷണം കൈമാറിയിരുന്നു നേരത്തെ തന്നെ. പക്ഷേ നിലവിലൊരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഈ അന്വേഷണം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെ സർക്കാരിനോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം എന്നുള്ളത്. തുടർന്നാണ് ഇപ്പോൾ 6 അംഗ സംഘത്തിനെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഈ 6 അംഗ സംഘം അന്വേഷിക്കുക. നിലവിൽ ഈ സംഭവം നടന്ന ജൂറിസ്ഡിക്ഷൻ ആയിട്ടുള്ള പൂജപ്പുര പോലീസ്, ആ പൂജപ്പുര CIയെയും SIയെയും ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഉത്തരവ് ആയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചൊരു സാഹചര്യം, നിലവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. BJP നേതാക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ BJP അണികളെ ഉൾപ്പെടെ പറഞ്ഞ് ഇതിൽ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തെങ്കിലും അത് പരാജയപ്പെട്ടു. തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP നേതൃത്വത്തിന് വലിയ പാളിച്ച സംഭവിച്ചു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം BJP നേതാക്കളും പ്രവർത്തകരും ഒപ്പം സംസ്ഥാന നേതാവിന്റെ ഭാര്യ ഉൾപ്പെടെ എത്തി വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സർക്കാർ അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തെ തന്നെ തീരുമാനിച്ച് ഉത്തരവാകിയിരിക്കുന്നത്. വിജയകുമാർ. യെസ്, കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമായിരിക്കും ഇക്കാര്യം അന്വേഷിക്കുക. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. CPI ജനറൽ സെക്രട്ടറിയായി D രാജ തുടരും. കേരളത്തിൽ നിന്നും P സന്തോഷ് കുമാറും K പ്രകാശ് ബാബുവും ദേശീയ സെക്രട്ടേറിയറ്റിൽ എത്തുമെന്നാണ് സൂചന. TJ ആഞ്ചലോസ് ദേശീയ കൗൺസിലിൽ എത്തുമ്പോൾ VS സുനിൽകുമാറിനെ ഇത്തവണയും ഒഴിവാക്കി. പ്രായപരിധിയിൽ ആർക്കും വിട്ടുവീഴ്ചയില്ലെന്ന് കേരള ഘടകം ആവർത്തിച്ചു പറഞ്ഞ പാർട്ടി കോൺഗ്രസിൽ 4 മണിക്കൂറോളം നീണ്ട ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് D രാജയ്ക്ക് ഇളവ് നൽകാൻ ധാരണയിലെത്തിയത്. ദേശീയ സെക്രട്ടേറിയറ്റിൽ പ്രായപരിധി പിന്നിട്ട K നാരായണ അടക്കമുള്ള നേതാക്കൾ പടിയിറങ്ങുന്നതായി അറിയിച്ചപ്പോൾ D രാജ തുടരാൻ താൽപര്യം പ്രകടിപ്പിച്ചു. തുടർന്ന് യോഗം ഐകകണ്ഠമായി ഇത് അംഗീകരിച്ചു. ഇളവ് D രാജയ്ക്ക് മാത്രമെന്ന ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞ കാര്യം നടപ്പിലാക്കി. ഇന്നലെ കൂടിയ യോഗത്തിലെ ധാരണകൾ വേണ്ടി വന്നാൽ ഒരളവുണ്ടാകും ഒരാൾക്ക്. ആരെയും സന്തോഷിപ്പിക്കാനോ ലക്ഷ്യമിടാനോ അല്ല പാർട്ടി കോൺഗ്രസ് ചേരുന്നതെന്ന് ആനി രാജ. ഒരു സമ്മേളനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമുള്ള. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൗൺസിൽ യോഗത്തിൽ D രാജയെ ജനറൽ സെക്രട്ടറിയായി ഔപചാരികമായി തെരഞ്ഞെടുക്കും. പാർട്ടി കോൺഗ്രസ് പൂർത്തിയാകുന്നതുവരെ പ്രതികരിക്കാനില്ലെന്ന് D രാജ. ജനറൽ സെക്രട്ടറി I should not speak on such matters when Congress is going on. 4 പേർ ഒഴിയുന്ന ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് കേരളത്തിൽ നിന്നും K പ്രകാശ് ബാബു, P സന്തോഷ് കുമാർ എന്നിവർ എത്തുമെന്നാണ് സൂചന. ദേശീയ കൗൺസിലിൽ നിന്നും E ചന്ദ്രശേഖരൻ ഒഴിയുമ്പോൾ പകരം ആലപ്പുഴ മുൻ സെക്രട്ടറി TJ ആഞ്ചലോസ്, കാസർഗോഡ് മുൻ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവരെയാണ് കേരള ഘടകം നിർദ്ദേശിച്ചത്. എന്നാൽ ദേശീയ കൗൺസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന VS സുനിൽകുമാറിനെ ഇത്തവണയും തഴഞ്ഞു. D രാജയുടെ കാര്യത്തിലെ വിട്ടുവീഴ്ചയൊഴിച്ചാൽ മറ്റെല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കാൻ പാർട്ടി കോൺഗ്രസിന് കഴിഞ്ഞു. പാർട്ടിയെയും ഇടതുപക്ഷത്തെയും ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ എത്രത്തോളം വിജയകരമായി നടപ്പാക്കാനാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും ഈ പാർട്ടി കോൺഗ്രസ് ചരിത്രത്തിൽ ഇടം പിടിക്കുക. ചണ്ഡീഗഡിലെ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.
തീരുവ തർക്കത്തിനിടയിൽ മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് വഴി തെളിയുന്നു. ക്വാഡ് ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും കണ്ടേക്കും. അതേസമയം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകളിൽ പുരോഗതി എന്നാണ് സൂചനകൾ. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെയും സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളിന്റെയും നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘവും അമേരിക്കയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘവും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ അമേരിക്കയിൽ തുടരുകയാണ്. വൈകാതെ തന്നെ വ്യാപാര കരാറിൽ ഒപ്പിടാനാകുമെന്ന പ്രതീക്ഷയാണ് ഇരു രാജ്യങ്ങൾക്കും. ഇതിനിടെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന വാദം അമേരിക്ക ആവർത്തിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് വഴി ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുന്നവർക്ക് ഇന്ത്യ പണം നൽകുകയാണെന്ന് അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പറഞ്ഞു. അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾ എണ്ണ വിൽക്കുന്നുണ്ടെന്നും റഷ്യ ഒഴികെ മറ്റേത് രാജ്യത്തിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനോട് അമേരിക്കയ്ക്ക് എതിർപ്പില്ലെന്നും ക്രിസ് റൈറ്റ്. ഇന്ത്യയെ ശിക്ഷിക്കാനല്ല, മറിച്ച് ഇന്ത്യയുമായി ബന്ധം വളർത്താനാണ് ആഗ്രഹിക്കുന്നതെന്നും ക്രിസ് പറഞ്ഞു. റഷ്യൻ എണ്ണ വാങ്ങുന്നുവെന്ന് ആരോപിച്ചാണ് ഇന്ത്യക്ക് മേൽ അമേരിക്ക പിഴത്തീരുവ ചുമത്തിയത്. വ്യാപാര ചർച്ചകൾ പൂർത്തിയാക്കി ഈ ആഴ്ച അവസാനം പീയൂഷ് ഗോയലും സംഘവും ഇന്ത്യയിൽ മടങ്ങിയെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും ക്വാഡ് ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത JPC യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്. ബീഹാർ പാഠമാക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം. ജൂണിൽ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയപ്പോൾ രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച ചെയ്തിരുന്നില്ല. പിന്നാലെയുണ്ടായ നിയമ പോരാട്ടങ്ങളും വിവാദങ്ങളും കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഇതോടെയാണ് രാജ്യവ്യാപക SIR എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷം മതിയെന്ന തീരുമാനത്തിലെത്തിയത്. കേരളത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ സർവകക്ഷി യോഗം വിളിച്ച് നടപടികളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. സമാനമായി മറ്റു സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും യോഗം വിളിക്കണമെന്നാണ് നൽകിയ നിർദ്ദേശം. അടുത്ത മാസത്തോടെ രാജ്യവ്യാപക SIR നടപടികൾ തുടങ്ങുമെന്നാണ് സൂചന. ഇതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയായതായി കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിലും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. 24 ഡൽഹി. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സഹോദരിമാരായ വിദ്യാർത്ഥിനികളുടെ വീട്ടിൽ വൈദ്യുതി അടിയന്തരമായി പുനഃസ്ഥാപിക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. 2 മാസമായി മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കുന്ന സഹോദരിമാരുടെ ദുരവസ്ഥ 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ഈ നടപടി. വിഷയത്തിൽ റവന്യൂ മന്ത്രി K രാജൻ നേരിട്ട് ഇടപെട്ടിരുന്നു. 24 ഇമ്പാക്ട്. ഹാഷിനിക്കും ഹർഷിനിക്കും ഇനി മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കേണ്ട. 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കും. കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ KSEB നടപടി ആരംഭിച്ചു. 2 മാസത്തിന് ശേഷം വീട്ടിൽ വെളിച്ചമെത്തുന്നതിന്റെ സന്തോഷത്തിലാണ് കുട്ടികൾ. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ കറണ്ട് വരും. ഒത്തിരി കളക്ടർ സാറിന് ഒത്തിരി നന്ദിയാണ്. ഈ ചാനൽ എല്ലാ ചാനൽക്കും ഒത്തിരി നന്ദിയാണ്. ഒത്തിരി സന്തോഷമാണ്. കറണ്ട് വന്നതൊക്കെ സന്തോഷമാണ്. എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് കറണ്ട് കിട്ടുമെന്ന ഒരു പ്രതീക്ഷയിൽ ആണ് എൻ്റെ പിള്ളേരും ഇങ്ങനെ നോക്കി ഇരിക്കുക. കറണ്ട് കിട്ടും ഒരു പ്രതീക്ഷ ഉണ്ട്. ഇഞ്ചിക്കാടുള്ള വണ്ടിപ്പെരിയാർ ക്ലബ്ബിൽ നിന്നായിരുന്നു ഇവരുടെ വീട്ടിലേക്ക് വൈദ്യുതി നൽകിയിരുന്നത്. എന്നാൽ മഴക്കാലത്ത് പോസ്റ്റുകൾ ഒടിഞ്ഞതിനാൽ അവിടേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പുതിയ കണക്ഷൻ നൽകാൻ KSEB തയ്യാറായെങ്കിലും പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തടസ്സം നിന്നു. എന്നാൽ വൈദ്യുതി ആവശ്യ സർവീസാണെന്നും പ്രായമായവരും കുട്ടികളും വീട്ടിലുള്ളതിനാൽ അടിയന്തരമായി കണക്ഷൻ നൽകണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. മുൻപുണ്ടായിരുന്ന അതേ പേരിൽ തന്നെ കണക്ഷൻ നൽകും. പോപ്സ് എസ്റ്റേറ്റുമായുള്ള സ്ഥല ഉടമസ്ഥ തർക്കം നിലനിർത്തി തന്നെയാണ് കളക്ടറുടെ ഉത്തരവ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.